ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 15. യുജ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഇപ്രകാരം സദാ ആത്മാവിനെ സമാഹിതമാക്കുന്ന നിയതമാനസനായ യോഗി നിർവാണപരമവും എന്നിലുള്ള സ്ഥിതിയുമാകുന്ന ശാന്തിയെ പ്രാപിക്കുന്നു. പറയപ്പെട്ട വിധാനത്തിനനുസരിച്ച് അന്ധഃകരണത്തെ സമാഹിതമാക്കുന്ന, പറയപ്പെട്ട വിധാനം എന്ന് പറയുമ്പോൾ സാധനാമാർഗങ്ങളിലൂടെ, ജപങ്ങളിലൂടെയൊക്കെ, ജപം തുടങ്ങിയവയിലൂടെയൊക്കെ പലവിധ സാധനകളെ പറയപ്പെട്ടു. അങ്ങനെയുള്ള സാധനകളിലൂടെ അന്ധഃകരണത്തെ, മനസ്സിനെ, ബുദ്ധിയെ തൻ്റെ നിയന്ത്രണത്തിൽ വരുത്തിയ ആൾ, അങ്ങനെയുള്ള ഒരാൾ, അയാൾ ആരാണ് വിശേഷിപ്പിച്ചത്? പ്രശാന്താത്മാവും വിഗതഭയനും ബ്രഹ്മചാരിയുമായ അയാളെ യോഗി എന്ന് സംബോധന ചെയ്യുകയാണ്. അയാളാണ് പരമമായ ശാന്തിയെ പ്രാപിക്കുന്നത്. എപ്പോഴാണ് അത് സമാഹിതമാകുന്നത്? നിയതമാനസഃ. നിയതമാനസഃ എന്ന് പറഞ്ഞാൽ സാധനകളിലൂടെ മനസ്സ് തീർത്തും നിയന്ത്രിതമായവൻ, നിയമിതമായവൻ. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനുഷ്യർക്ക് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ ബന്ധത്തിന് കാരണമായിരിക്കുന്നതിനെ മോക്ഷത്തിന് കാരണമാക്കുന്നത് നിയതമാനസൻ എന്നുള്ള വാക്കിലൂടെ ഉദ്ദേശിച്ച തൻ്റെ നിയന്ത്രണത്തിലൂടെ, സാധനാനിഷ്ഠയിലൂടെ മെരുക്കിയെടുക്കുമ്പോഴാണ് അത് മോക്ഷത്തിന് കാരണമാകുന്നു. അല്ല, മനസ്സ് അന്ധഃകരണം പ്രേരിപ്പിക്കുന്നത് പോലെ പോകുന്ന ഒരാൾക്ക് അയാൾ എപ്പോഴും ബന്ധത്തോടൊത്തവനാണ്, ബന്ധനത്തോടൊത്തവനാണ്. ബന്ധുരാകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരും. എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം വസ്തുവകകൾ കൂട്ടിവെച്ചാലും, എത്രയൊക്കെ ബന്ധുക്കൾ ഉണ്ടായാലും അതെല്ലാം ബന്ധം തന്നെയാണ്, ബന്ധനം തന്നെയാണ്. മോക്ഷത്തിന് കാരണമാകുന്നത് മനസ്സിനെ അവനവൻ്റെ പിടിയിൽ കൊണ്ടുവരിക, തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക. അത് തന്നെയാണ്. അങ്ങനെ നിയമിതമായ മനസ്സ് മുക്തിക്ക് കാരണമാകുന്നു. നിയമിതമല്ലാത്ത മനസ്സ് ബന്ധനത്തിന് കാരണമാകുന്നു. ഇനി അതിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെയുള്ള ഒരാൾ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ള ആ പരമമായ ശാന്തിയുടെ സ്വരൂപം എന്താണ് പറയാണ്? നിർവാണപരമാ മത്സംസ്ഥ എന്നീ പദങ്ങളെ കൊണ്ട് ആ പരമമായ ശാന്തിയെ ഭഗവാൻ വിശേഷിപ്പിക്കുകയാണ്. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകുന്നത്, അതിനെയാണ് നിർവാണ ശബ്ദം എന്ന് പറയുന്നത്. നിർവാണം, മോക്ഷം. അവിടെ സർവ അവിദ്യാജനിതങ്ങളായ സർവകർമ്മബന്ധങ്ങളും വിട്ടുപോകുന്നു. അത് തന്നെ മോക്ഷം. അജ്ഞാനത്തിൽ നിന്ന് മോചിതനാകുന്നതോടുകൂടി സർവബന്ധങ്ങളിൽ നിന്നും എല്ലാം വെറുതെയാണ്, ആരും തന്നെ ബന്ധിച്ചിട്ടില്ലെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ നിർവാണപരമാ ശാന്തി ഏതെങ്കിലും ഉപാധിയുടെ ലബ്ധിയിലുള്ള ശാന്തിയല്ല, എന്തെങ്കിലും ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെയുണ്ട് എന്നുള്ള ആ സമാധാനമല്ല, ആ ശാന്തിയല്ല. അതെല്ലാം ബന്ധനമാണ്. തന്നിൽ താനായിരിക്കുന്ന വസ്തുവകകളുടെ ലബ്ധിയോ അലബ്ധിയോ ഉണ്ടാക്കുന്ന താൽക്കാലിക ശാന്തി അല്ല ഇവിടെ പറഞ്ഞത്. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി നചിരേണാധിഗച്ഛതി. പരമമായ ശാന്തി അന്ധഃകരണത്തിൻ്റെ കേവലമായ, കലർപ്പില്ലാത്ത ആത്മാകാര സ്ഥിതിയിൽ മാത്രമാണ് കൈവരുന്നത്.
മത്സംസ്ഥ എന്നും കൂടി വിശേഷിപ്പിക്കുകയാണ്. മയി സമ്യക് സ്ഥിത, എന്നിൽ നല്ല പോലെ നിലകൊള്ളുന്നത്. അപ്പം മത്സംസ്ഥ എന്നതിനർത്ഥം ഞാനായി തന്നെ നിലകൊള്ളുന്ന സ്ഥിതി. ഒന്നെനിക്ക് പോണ്ട. നമ്മൾ സാധാരണ ലൗകികമായ ജീവിത രീതി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ ഏടകൂടങ്ങളിലും ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ നമ്മളെ ബന്ധിക്കുന്നു. ഒക്കെ പോയിക്കോട്ടെ, അതൊക്കെ പോയിക്കോട്ടെ. ആരൊക്കെ എന്തൊക്കെ ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് എന്ത് നേടി? അസ്വസ്ഥതയല്ലാതെ എന്ത് നേടി? ഒക്കെ അവഗണിച്ചേക്കുകയാണ്. അവിടെ കച്ചറ കൂടുന്നുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അപ്പുറത്ത് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുക്ക് സ്വൈരം കെട്ട് വരുന്ന ആൾക്കാരോട് അവരോട് പറയുക, നിസ്സാരമായിട്ട് വിടൂ, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. എന്തത് കാര്യമായിട്ട് എടുത്തിട്ട് കാര്യമുള്ളത്? കുനിയനുറുമ്പിന് വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു. പല പ്രശ്നങ്ങളും പ്രശ്നമല്ലാതാകുന്നു. ഇങ്ങനെ ഒഴിവാക്കി വിട്ടേക്കുക. അയാളെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇയാളെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും അയാളെന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ലൗകികങ്ങളാണ്. അതൊക്കെ വിട്ടേക്കൂ. അയാൾ എന്നോട് ചെയ്തതുപോലെ ഞാനും പലരോടും ചെയ്തിട്ടുണ്ടാവാം. ഞാനത് അറിയുന്നില്ലെന്ന് മാത്രം. ഒക്കെ വിട്ട് കളഞ്ഞേക്കൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ ചിന്തിച്ചിരുന്നാൽ നമ്മളെ മനസ്സ് പലതിലേക്കും, അത് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ ബന്ധനം, അത് ചെയ്യണം എന്നുള്ളത് ബന്ധനം, ഒന്നും പ്രാപ്തം പ്രാപണീയം. ഒന്നും ചിന്തിക്കാതെ കുറച്ചു നേരം ഇരിക്കൂ. ഞാനായിട്ട് പുറത്തുള്ളതിനകത്ത് കയറ്റി ഇരിക്കണ്ട. ഇങ്ങനെ അയാൾ എന്നിൽ ആത്മാവിൽ തന്നെയുള്ള സ്ഥിതി, അതിനെയാണ് ഇവിടെ പറഞ്ഞത് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു. തന്നിൽ താനായിരിക്കുക, താൻ മനസ്സിൻ്റെ പിടിയിൽ അല്ലാതെ ഇരിക്കുക. അതിനൊക്കെ നിസ്സാരങ്ങളാക്കി വിട്ട് അതിൻ്റെ ചിന്തകളെയൊക്കെ പലതും ചിന്തിച്ച് മനസ്സിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം, അന്ധകരണത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് പകരം ഒക്കെ അങ്ങ് ഒഴിച്ചു വിട്ടേക്കുക. അങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നൊരു അഭ്യാസം ഉണ്ടല്ലോ, അതാണ് സാധനയുടെ പരമമായ തലം, ധ്യാനം. അങ്ങനെ സാധനയുടെ ആ യോഗം ചെയ്യുമ്പോൾ ആ സാധനാനിഷ്ഠനായാൽ അങ്ങനെ നമ്മൾ പല ജീവിതത്തിലുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നിസ്സാരമാക്കി തള്ളിക്കളയും. ഒന്നിനെയും പിടിച്ച് ഉള്ളിൽ കൊണ്ടുവന്നിരുത്തില്ല. അങ്ങനെ തീർത്തും ഒഴിഞ്ഞ, ഒന്നും ചിന്തിക്കാതെ തന്നിൽ താനായിട്ടിരിക്കുന്ന ആ സ്ഥിതി, അയാൾ ആരാണ്? അയാൾ ബ്രഹ്മജ്ഞാനി ആണ്. അയാൾ ബ്രഹ്മമായി ഭവിക്കുന്നു. പുതിയതായിട്ടൊന്നും ഉണ്ടാവുകയല്ല, അത് തന്നെയാണ് ഈ ശാന്തമായ സ്ഥിതി. ശാന്തമല്ലാത്ത സ്ഥിതി വരുന്നതോ അത് പുറമെയുള്ളതിനെ നമ്മുടെ കൊണ്ടുവന്നിട്ട് വേണ്ടാതെ വയ്യാവേലി മുഴുവൻ ഉള്ളിൽ കൊണ്ടുവന്ന് കയറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഉള്ളത് പോലെയാണ് ഇരുന്നാൽ മതി. നമ്മൾ പൊതുവെ ശാന്ത സ്വരൂപരാണ്. നമ്മുടെ ശാന്തി ഇല്ലാതാക്കുന്നത് നമ്മൾ പലതിൻ്റെ പിന്നാലെ പോയി അതിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്വീകരിച്ചിരുത്തിയിട്ടാണ്. ഈ ഒരു ഭാവത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്ന ആ സ്ഥിതിയാണ് ബ്രഹ്മജ്ഞാനിയുടെ സ്ഥിതി. അതിനെ പറയുക, വിശേഷിപ്പിക്കുക അശാന്തം ശിവം സുന്ദരം, ഇതൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ അനുഭൂതി ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ല. ആ ധ്യാനനിഷ്ഠയിൽ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ആ തലമുണ്ടല്ലോ, അത് വ്യക്തമാക്കാനാണ് ഇവിടെ പറഞ്ഞത് മത്സംസ്ഥ, എന്നിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ആ ജീവബ്രഹ്മൈക്യ അനുഭൂതിയിൽ ഉളവാകുന്ന ശാന്തി, അത് അദ്വൈതാനുഭൂതിയാണ്. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ പരമാത്മ സന്നിധിയിൽ എത്തുമ്പോൾ തന്നിൽ താനായിരിക്കുന്ന ആത്മസംസ്ഥിതിയിൽ എത്തിച്ചേരുമ്പോൾ ആ സാധകൻ അനുഭവപ്പെടുന്ന ശാന്തി തികച്ചും അലൗകികമാണ്. അത് ബാഹ്യമായ വസ്തുവകകളിൽ നിന്ന് ലഭിക്കുന്ന ആരെങ്കിലും അടുത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി ആയിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. അവിടെ പരമാത്മാവിൻ്റെ പരിമളം എന്നതിനെ വിശേഷിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരമാത്മാവിൽ വിലയിച്ച്, തീർത്തും വിലയിച്ച്
അഭേദാവസ്ഥയെ പ്രാപിക്കുന്നു. അയാൾക്ക് പിന്നെ ഭേദമൊന്നുമില്ല, എല്ലാറ്റിലും ആത്മദൃഷ്ടിയാണ് അയാൾക്ക് വരാൻ പോകുന്നത്, കാണാൻ കഴിയുന്നത്. ആത്മാവല്ലാതെ ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ധ്യാനം തന്നിൽ താനായിരിക്കുന്നു. ആ തന്നിൽ താനായിരിക്കുന്നത് തന്നെയാണ് സർവത്തിലും ദർശിക്കുന്ന സമയത്ത് ആ ധ്യാനം ജീവനെ ബ്രഹ്മഭാവത്തിലേക്ക് ഉണർത്തുന്നു. ഈ അദ്വൈത സത്യത്തെ ഗീത ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.